ഡിയേഴ്സ്, സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ നമ്മളുടെ വണ്ടിയുടെ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് KSF പോകാനുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ചങ്ക് കുഞ്ഞിൻ്റെ ഒരു വയലിൻ ഉണ്ടായിരുന്നു, അത് നന്നാക്കി എടുക്കാൻ പോയി. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് പോയിട്ട് തിരിച്ച് വന്നിട്ട് നമ്മുടെ അയില, ചെറിയ അയില കേട്ടോ, ഒരുപാട് വലുതൊന്നുമല്ല, മീഡിയം സൈസ്, അതൊരു 150 രൂപയ്ക്ക് മേടിച്ചിട്ട് വന്നു. പിന്നെ കുറച്ച് കറി വെച്ചു, കുറച്ച് നമ്മൾ കറി വെച്ച് പറ്റിച്ച് വെച്ചു, കുറച്ച് വറക്കാനും എടുത്തു. പിന്നെ നമുക്ക് ഞാൻ ഈ വറുത്തു നിന്നപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു മോഹം ഉദിച്ചത്. നമുക്ക് ഇച്ചിരി വാഴയിൽ പൊതിഞ്ഞ് ഇച്ചിരി ചോറ് കഴിച്ചാലോ എന്ന്. അപ്പോൾ പിന്നെ ചോദിച്ചു, എന്തായാലും വാഴയിൽ ചോറ് പൊതിയുമ്പോൾ നമുക്ക് മുട്ട പൊരിച്ചത് മസ്റ്റല്ലേ ഗൈസ്. അപ്പോൾ ഒരു മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളകാണ് കേട്ടോ. ഇത് മമ്മിയും എൻ്റെ ഹസ്ബൻഡും കൂടെ വെച്ച കുറേ ചെടികളാണ്. പച്ചമുളക്, വെണ്ടയ്ക്ക, പിന്നെ മുളക്, പിന്നെ കാന്താരി മുളകുണ്ട്, അങ്ങനെ കുറേ മുളകുകളൊക്കെ ഉണ്ട്. അതിന് വെള്ളം ഒഴിക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അത് വെച്ച് പിടിപ്പിച്ചൊക്കെ അവരാണ്. അപ്പോൾ ഞാൻ എന്തായാലും മുട്ട പൊരിക്കാനായിട്ട് നമ്മളുടെ വീട്ടിലെ തന്നെ പച്ചമുളക് എടുത്തു. നല്ല എരിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചോറും കറിയൊക്കെ ഇടിപിടിയെന്നൊക്കെ ആക്കിയിട്ട് നമ്മൾ ചോറ് വാഴയിൽ കെട്ടി വെക്കാൻ വെച്ചു. ഇത് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം വാഴയിലേക്കകത്ത് മുട്ട പൊരിച്ചത്, സാമ്പാർ, അതുപോലെ തന്നെ നല്ല പാവയ്ക്ക. നിങ്ങൾക്ക് ഇഷ്ടമാണോ പാവയ്ക്ക ഇങ്ങനെ എരിശ്ശേരി വയ്ക്കണത്? പാവയ്ക്ക എരിശ്ശേരി അല്ലേ, പാവയ്ക്ക തീയലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് തോരനും, പിന്നെ പപ്പടം, ഒരു കുഞ്ഞു കഷ്ണം ചിക്കൻ ഫ്രൈ മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മളുടെ അയല ഫ്രൈ, പിന്നെ മാങ്ങ നല്ല ഉപ്പിലിട്ട് മാങ്ങ വെച്ചിട്ട് അത് അച്ചാറിട്ടതാണ്. പിന്നെ ഇതിലോട്ട് നമ്മൾ നല്ല പൈനാപ്പിൾ ഇട്ട മോര്, അതും കൂടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ അയല ഫ്രൈയുടെ മേളിലോട്ട് കുറച്ച് സവാള ഇങ്ങനെ അരിഞ്ഞ് കഴിക്കാൻ, എനിക്ക് അല്ലാണ്ട് ചോറ് കഴിക്കുമ്പോൾ എനിക്കിങ്ങനെ കഴിക്കാൻ ഇഷ്ടം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊതിഞ്ഞ് നല്ല ചൂടോടുകൂടി തന്നെ പൊതിഞ്ഞ് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ആ വാഴയിലയുടെ മണമൊക്കെ അങ്ങ് പിടിച്ച് വരണം. അപ്പോൾ ആ നേരം കൊണ്ട് എനിക്കിനി കുറേ പരിപാടി ഉണ്ട്. അമ്മയ്ക്ക് ചോറ് കൊടുക്കണം, നമ്മളുടെ വീട്ടിൽ മോൾക്ക് കൊടുക്കണം, പട്ടിക്കുട്ടിക്ക്, കോഴിക്ക്, പൂച്ചക്കുഞ്ഞിനൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ആ സമയമാകുമ്പോഴത്തേക്കും നമ്മളുടെ ചോറും കറിയും എല്ലാവർക്കും കൊടുത്ത് പാത്രമൊക്കെ കഴുകി സെറ്റായി കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. എല്ലാവർക്കും കൊടുത്തു. ലാസ്റ്റ് പിന്നെ ഞാൻ കഴിക്കാൻ പോവുക. നല്ല അടിപൊളി ചോറ്. ആ ഒരു വാഴയിൽ പൊതിഞ്ഞ് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര ടേസ്റ്റ്. നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ചോറിൻ്റെ ആ ഒരു കറിയുടെ ടേസ്റ്റ് അല്ല, എല്ലാം കൂടെ ഉള്ള ആ ഒരു രുചി എന്ന് പറഞ്ഞാൽ കഴിക്കാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ അമ്മമാർ സാധാരണ മക്കൾക്ക് കെട്ടിക്കൊടുക്കുക ചെയ്യണത്, അവർ ട്രൈ ചെയ്യാറില്ല. അമ്മമാരാണെങ്കിലും വീട്ടിലെ കറികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ പപ്പടവും നമ്മുടെ അച്ചാറും മോരും എല്ലാം കൂടെ ഇടയ്ക്ക് നമ്മളെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അമ്മ എന്തായാലും ഫുള്ള് കഴിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് കറിയൊക്കെ നന്നായിട്ട് ഇഷ്ടമായി തോന്നുന്നു. പിന്നെ അമ്മയുടെ ചിക്കൻ കഴിച്ചപ്പോൾ അമ്മയുടെ പല്ലിളകി എന്ന് പറയുന്നുണ്ട്. അമ്മയുടെ വിശേഷം കേൾക്കട്ടെ. അയ്യോ, അത് ശ്രദ്ധിക്കണമല്ലോ. അത് ചിലപ്പോൾ പോകുമായിരുന്നു, ചിലപ്പോൾ